ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തന്ന വാക്ക് ഇതാ പാലിക്കുകയാണ് മക്കളെ. ഗ്രാഫിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മൊഡ്യൂൾ 2 ഇത് നമ്മൾ നോക്കാൻ പോകുന്നു. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ഗ്രാഫിക്സ് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും എന്ത് പഠിക്കണം എന്നൊരു ക്ലാരിറ്റി കിട്ടും. രണ്ട്, ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള, നിങ്ങൾക്കറിയാം ഗ്രാഫിക്സിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 15 മാർക്കാണ്, 15 മാർക്ക്, അങ്ങനെ 4 മൊഡ്യൂൾ 60 മാർക്ക്. അപ്പോൾ മൊഡ്യൂൾ 2 എന്നുള്ള 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് വരും എന്നുകൂടി നിങ്ങളുടെ മുന്നിൽ ഇതാ കാണിച്ചു തരാൻ പോവാണ്. നോക്കാം. മൊഡ്യൂൾ 2 ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പ്രൊജക്ഷൻ ഓഫ് സിമ്പിൾ സോളിഡ്സ്. സിമ്പിൾ സോളിഡ്സ് ഏതൊക്കെയാണുള്ളത്? ട്രയാങ്കിള്, റെക്ടാങ്കിള്, സ്ക്വയർ, പെൻറ്റഗണൽ, ഹെക്സഗണൽ, പ്രിസംസ് ആണ്. ഓക്കെ. ദെൻ പിരമിഡ്സ് ഉണ്ട്, കോൺ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയും, ഇതെല്ലാം കൂടി വാരി വലിച്ച് പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇൻ കേസ് കോളേജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. മൊഡ്യൂൾ 2 നിന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് പഠിക്കണമെന്ന്. അപ്പോൾ എന്താണ് സിമ്പിൾ സോളിഡ്സിന്റെ പ്രൊജക്ഷൻ ആണ്. പക്ഷേ എങ്ങനത്തെ പ്രൊജക്ഷൻ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഇൻ സിമ്പിൾ പൊസിഷൻ. അപ്പോൾ ഈ സിമ്പിൾ പൊസിഷൻ അറിഞ്ഞാൽ മാത്രമാണ് ഇൻക്ലൈൻഡ് പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. പക്ഷേ ക്വസ്റ്റ്യൻ വരുന്നത് സിമ്പിൾ പൊസിഷൻ ആയിരിക്കില്ല. ക്വസ്റ്റ്യൻ വരുന്നത് ഈ മൂന്നാമത്തെ പോയിന്റും ഒന്നാമത്തെ പോയിന്റും കൂടി കമ്പൈൻ ചെയ്തായിരിക്കും. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സോളിഡ്സിന്റെ എന്ത് പഠിക്കണം? പ്രൊജക്ഷൻ വരയ്ക്കാൻ പഠിക്കണം. എങ്ങനെയുള്ള സോളിഡ്സിന്റെ? പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വിത്ത് ആക്സിസ് ഇൻക്ലൈൻ ടു ഓൺ ഓർ ബോത്ത് പ്ലെയിൻസ്. സാധാരണ ബോത്ത് പ്ലെയിൻസ് തന്നെയായിരിക്കും വരുന്നത്. റെഫറൻസ് പ്ലെയിൻസ് ബോത്ത് പ്ലെയിൻസിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോളിഡ്, അത് ഏത് സോളിഡ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ എന്ത് വരയ്ക്കാനായിരിക്കും? പ്രൊജക്ഷൻസ്, പലതരത്തിലുള്ള വ്യൂസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് വരുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, 40 തന്നിട്ടുണ്ട്, ആൻഡ് ആക്സിസ് ലെങ്ത് തന്നിട്ടുണ്ട്, അത് VP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നും തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ജനറേറ്റേഴ്സ് വിത്ത് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദി ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു HP. ഇതെല്ലാം തന്നിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് എന്താണ്? പ്രൊജക്ഷൻ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കോണിന് പകരം കോണോ വേറെ എന്തെങ്കിലും, അല്ലേ? അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ സോളിഡ് തരും, എന്നിട്ട് അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് തരും, അതിൻ്റെ ഇൻക്ലിനേഷൻസ് തരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ആക്സിസ് പ്രൊജക്ഷൻസ് വരയ്ക്കണം. അപ്പോൾ ഏതൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് പറയാണ്, നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ ഇത് കോണാണ്. തീർച്ചയായിട്ടും കോണ് നോക്കിയിട്ടേ പോകൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അത് മിസ്സാക്കരുത്. 100% നമ്മളിതാ നേരത്തെ ഈ ടോപ്പിക്സിൽ പറഞ്ഞു എന്താണുള്ളത്? ട്രയാങ്കിളർ, റെക്ടാങ്കിളർ, സ്ക്വയർ, പെൻറ്റഗണൽ ആൻഡ് ഹെക്സഗണൽ, പിരമിഡ്സ്, കോണ്, സിലിണ്ടർ ആണ്. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് കോണും, രണ്ട് പെൻറ്റഗണൽ പ്രിസവുമാണ്. എന്താണ്? പെൻറ്റഗണൽ പ്രിസം. സോ ഇത് ഇങ്ങനെ പറയാൻ കാരണം, പെൻറ്റഗണൽ പ്രിസം അല്ലെങ്കിൽ കോൺ, ഇത് രണ്ടിൽ നിങ്ങൾ രണ്ടും തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ഓവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ കോൺ അല്ലെങ്കിൽ പെൻറ്റഗണൽ. ഇത് മാറി വന്നാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ രണ്ടിലൊന്ന് എന്തായാലും വന്നിരിക്കും. 100% നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം. നമുക്ക് PVQ ലെവൽ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കോണും പെൻറ്റഗണൽ പ്രിസവും ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടും, ഞാൻ ഒന്ന് മാത്രം പറയുന്നില്ല, ഇത് രണ്ടും തീർച്ചയായിട്ടും പഠിച്ചിട്ടേ പോകൂ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 15 മാർക്ക് മൊഡ്യൂൾ 2 നിന്ന് ഉറപ്പാക്കാം എന്നുള്ളതാണ് പക്ക. സോ ഇതിന്റെ ബാക്കി പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വഴിയേ വരും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇത്തവണ KTU പരീക്ഷ നമ്മൾ ഒരുമിച്ച് പൊളിച്ചെടുക്കും.